എടാ എന്റെയും നിന്റെ ഇടയിൽ എങ്ങാനും ഇസ്ലാമില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ തല ഞാൻ വെട്ടുമായിരുന്നു എന്ന് പറഞ്ഞൊരു സ്വഹാബിയുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ശരിക്കും ആ സ്വഹാബി അങ്ങനെ പറയാനുള്ള കാരണമാണ്. ഇപ്പൊ നിങ്ങള് മദീനയിലേക്ക് ഇസ്രായേൽ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് നിബിതങ്ങൾ എങ്ങാനും തങ്ങളുടെ വീട്ടിലായിരുന്നെങ്കിൽ നിബിതങ്ങളുടെ താമസം എന്നാണ്. അതിന് അവസാനം തീരുമാനമാകുന്നത് നിബിതങ്ങളുടെ ഒട്ടകം എവിടെയാണോ മുട്ടുവെക്കുന്നത് അവിടെ നിബിതങ്ങൾ താമസിക്കുന്നതാണ്. അങ്ങനെ ഒട്ടകം ഇങ്ങനെ നിങ്ങൾ വന്ന് അബു അയ്യൂബ് അൻസാരി തങ്ങളുടെ വീടിന് മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്താൻ നിൽക്കണം. അപ്പോൾ ജുബൈറുല്ലാൻ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം കുറച്ചപ്പുറത്താണ് ജുബൈറുല്ലാനിന്റെ വീട്. ജുബൈറുല്ലാനെ എങ്ങനെയെങ്കിലും നബിതങ്ങൾ കിട്ടണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ വന്നിട്ട് അപ്പുറത്ത് ഇരുന്നുകൊണ്ട് ആ ഒട്ടകത്തിന് കാലിൽ നിന്ന് തട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ അബു അയ്യൂബ് അൻസാരി തങ്ങൾ കാണാം. അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ജുബൈർ ഒട്ടകത്തിന് വന്ന് ഇങ്ങനെ തട്ടുന്നത്. നേരെ വന്നുകൊണ്ട് തന്റെ സഹോദരനോട് പറയുന്നുണ്ട്, എടാ എന്റെയും നിന്റെ ഇടയിൽ എങ്ങാനും ഇസ്ലാം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നിന്റെ തല ഞാൻ പറക്കുമായിരുന്നു. കാരണം നബിതങ്ങളോടടുത്ത് കിട്ടുന്ന നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമാത്രം വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു. നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ജീവനാണ്.